ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിനാണ് കൂടുതൽ ഉപകാരപ്പെടുന്നത്. സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ ഉണ്ടാവും, ഫോട്ടോഗ്രാഫേഴ്സിനും ഉണ്ടാവും, യൂട്യൂബേഴ്സിനും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ഉള്ളവരാണെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഈ ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് വയർലെസ് ആയിട്ട് കുറച്ച് ദൂരെ വെച്ച ദൂരെയാണ് ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് വെച്ചതെന്ന് വിചാരിക്കുക. നമുക്ക് കമ്പ്യൂട്ടറിൽ ഈസി ആയിട്ട് ഒരു ബ്ലൂടൂത്തിൻ്റെ റേഞ്ചിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഈ ഒരു അധികം വയറിൻ്റെ ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുക. ബ്ലൂടൂത്ത് ഏതാണോ ഡിവൈസ് അതിൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു പാസ്വേഡ് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലൊരു കോമൺ പോർട്ട് ഉണ്ട്. കോമൺ പോർട്ട് സാധാരണ ഞാൻ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കോമൺ പോർട്ട് 26 ആണ്. അപ്പോൾ നിങ്ങളത് സിസ്റ്റത്തിൽ പോയി ചെക്ക് ചെയ്യുക. അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്തായാലും ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. കാരണം വീഡിയോ നിങ്ങൾ ഓരോ പാർട്ടും നമ്മൾ ശ്രദ്ധിച്ച് കാണും, എന്നാലേ ഇത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉപയോഗപ്പെടുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആക്രി കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം മോണിറ്റേഴ്സ് കാണും. അതിൻ്റെ പലതിൻ്റെ ഡിസ്പ്ലേ ഓൺലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ പവർ സപ്ലൈ ഫെയിലായിരിക്കും. പക്ഷെ നമ്മളതിൽ ജസ്റ്റ് പ്ലഗ് ചെയ്യുമ്പോൾ ഓണാവുന്ന ഡിസ്പ്ലേ മാത്രം നമ്മൾ ഈ ഒരു ആവശ്യത്തിന് എടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യണം, അതിന് പവർ സപ്ലൈ ഓണായേ തീരും. ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ഉള്ള ഡിസ്പ്ലേ നമ്മൾ, അതായത് പാനൽ മാത്രം നമ്മൾ റിമൂവ് ചെയ്ത് കളയും അഴിച്ചിട്ട്. എന്നിട്ട് നമ്മൾ അതിലെ പവർ സപ്ലൈയിലുള്ള കണക്ഷൻസ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചെറിയൊരു മാറ്റം വരുത്തും, മോഡിഫിക്കേഷൻ വരുത്തും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ ഇത് ചെയ്യുന്നത്. സാധാരണയായിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സിന് ഫ്ലാഷ് ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. ഫ്ലാഷ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ബ്ലിങ്ക് അങ്ങനെയല്ല, വീഡിയോ ചെയ്യുന്നവർക്ക് ഫ്ലാഷ് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യണം, അതായത് കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ഒരു ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കാൻ വേണ്ടി സാധാരണയായിട്ട് നമുക്ക് യൂട്യൂബേഴ്സിന് അത് കൂടുതൽ ഉപകാരമാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കാം. ഇൻഎക്സ്പെൻസീവ് ആണ്, അധികം എക്സ്പെൻസ് ഇല്ലാത്തൊരു സംഭവമാണ് ഇതിൽ പറയാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണാം. ഈ വീഡിയോന് 2-3 പാർട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാമെന്ന് വെച്ചാൽ, ഒരു പഴയ ഒരു മോണിറ്റർ എങ്ങനെ ഫ്ലാഷ് ലൈറ്റ് ആക്കാം, അത് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് പഠിക്കും. Arduino Unoയിലെ ചെറിയൊരു സെക്ഷൻ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഭാഗം കാണിക്കും. പിന്നെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ എങ്ങനെ Arduinoയിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് സോഫ്റ്റ്വെയറിൻ്റെ ആണ്. നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളും Arduinoയെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. അതുപോലെ നിങ്ങൾക്കും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്ന ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് വീഡിയോയിലായിരിക്കും ഞാനത് ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ആ ഒരു ലിങ്കിലായിരിക്കും ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫയലുണ്ടായിരിക്കുക. അത് നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ ഉള്ള ആൾക്കാരാണെങ്കിൽ, ഇൻസ്റ്റാൾ ചെയ്ത ആൾക്കാരാണെങ്കിൽ, ആ ഒരു സോഫ്റ്റ്വെയറിൽ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിന് നിങ്ങളതായ രീതിയിലുള്ള എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താവുന്നതാണ്. ഓക്കെ, ഇതാണ് ആ സോഫ്റ്റ്വെയർ. ഇത് ഞാൻ സ്വന്തമായിട്ട് മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോയിൽ ഡിസൈൻ ചെയ്ത സോഫ്റ്റ്വെയറാണ്. നിങ്ങൾക്ക് നിങ്ങളതായിട്ട് രീതിയിലുള്ള ഏത് ഡിസൈനിൽ വേണമെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനാണ്. പക്ഷേ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡെവലപ്പർ സോഫ്റ്റ്വെയർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടാനുസരണം അതിന് മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. ഇത് മെയിനായിട്ട് ഞാനത് ഒരു മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഡെവലപ്പറിലാണ് ചെയ്തത്. നിങ്ങൾക്ക് കാണാം ബ്രൈറ്റ്നസ്. ഞാനിവിടെ മൗസിൻ്റെ സ്ക്രോൾ വീല് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പം തന്നെ ആ ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ്.
ഇതിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ജസ്റ്റ് ടേൺ ഓണും ടേൺ ഓഫും ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ടേൺ ഓണും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓഫും ചെയ്യാം. അത് മാത്രമല്ല, നമ്മളിവിടെ ഒരു ബൾബിൻ്റെ ചിത്രം കണ്ടു. ഈ ഒരു ബൾബിൻ്റെ ചിത്രം നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടൺ പ്രസ് ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെയാണ് വരുന്നത്. കാരണം ഇവിടെ ഒരു യെല്ലോ കളറിൽ ആ ബൾബ് വരുന്നത് സോഫ്റ്റ്വെയറിൽ കാണാം. അതുകൂടാതെ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഇതാണ് ഈ സ്ലൈഡർ ഏറ്റവും താഴെ വരികയാണെങ്കിൽ അതിൽ PWM 0 ആയിരിക്കും. 0 ആവുന്ന സമയത്ത് LED വേണ്ട ഔട്ട്പുട്ട് ഉണ്ടാവില്ല. നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് PWM ഇവിടെ കൂടി ഇപ്പം 12ലാണ് PWM വാല്യൂ ഉള്ളത്. അപ്പോൾ നമ്മൾ അത് സ്ക്രോൾ വീൽ തിരിക്കുന്നതനുസരിച്ച് കൂടി വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ വോൾട്ടേജാണ് അവിടെ മോഡുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ വോൾട്ടേജ് നമ്മൾ മോണിറ്റർ, പഴയ മോണിറ്റർ, കേടായ മോണിറ്റർ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ആദ്യം പറഞ്ഞ മോണിറ്ററിൽ നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ അതിൽ സപ്ലൈ ബോർഡിൽ ഡിം എന്ന് പറയുന്നൊരു ഒരു മാർക്കിംഗ് ഉണ്ട് സപ്ലൈ ബോർഡിൻ്റെ സൈഡിൽ. ഈ പവർ സപ്ലൈ ബോർഡിൽ അതിൽ നിന്ന് തന്നെയാണ് മോണിറ്ററിൻ്റെ ബാക്ക് ലൈറ്റിലേക്ക് പോകുന്ന സപ്ലൈ പോകുന്നത്. പക്ഷേ അതിലുള്ള ഒരു മെയിൻ ബോർഡ്, മോണിറ്ററിന് VGA ബോർഡുണ്ട്. VGA ബോർഡ് നമ്മൾ ഡിസ്റ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള സപ്ലൈ ഉണ്ടാവില്ല. സപ്ലൈ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു ബാക്ക് ലൈറ്റ് ഓൺ ആവില്ല. അപ്പോൾ ആ ഒരു ഓൺ ആവാനുള്ളൊരു ടെക്നിക്ക് ഞാനതിൽ പറയാം. തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ അതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും. ഇപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ഇത്രയും പറഞ്ഞത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. You fill my soul with light the day we met. I don't wanna leave your side, no. Have me by your side when the sun sets. Let's leave for an eternity. We'll sail across the lights beyond the sky. I'll be with you eternally. I'm an addict for your love, it keeps me high. Keeps me high. There's no one else who loves me like you used to. Some days I'm not myself. There's no one I can turn to. And I know all the feelings that we shared are in the past. And I know your relationships are never meant to last. They might take some time, but I'll be alright. I'm moving on, moving on. I know times are tough, but I've had enough. I'm moving on, I'm moving on. Moving on, moving on. I know times are tough, but I've had enough. I'm moving on, I'm moving on.
'cause there's no one else who loves me like you used to. Some days I'm not myself, there's no one I can turn to. And I know all the feelings that we shared are in the past. And I know your relationships are never meant to last. It might take some time, but I'll be alright. I'm moving on, I'm moving on. I know times are tough, but